നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വീടിന് സമീപത്ത് തെരുവു നായകളുടെ ശല്യം രൂക്ഷമായിരുന്നുവെന്നും നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണമുന്നയിച്ച് പേവിഷബാധയേറ്റ് മരിച്ച നിയയുടെ അമ്മ ഹബീറ. താൻ ഓടിച്ചുവിട്ട പട്ടിയാണ് തന്റെ കുട്ടിയെ കടിച്ചതെന്ന് അമ്മ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. വീടിനടുത്ത് മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാണ്. അവിടെ വേസ്റ്റ് കൊണ്ടിടരുതെന്ന് എല്ലാവരോടും പറഞ്ഞതാ. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെന്നും ഹബീറ പറഞ്ഞു. താൻ ഓടിച്ചെല്ലുമ്പോൾ നായ കുട്ടിയെ കടിച്ചു പറിക്കുകയായിരുന്നു. അപ്പോഴേ താൻ കുട്ടിയെ എടുത്തോണ്ട് പോയെന്നും ഹബീറ കണ്ണുനീരോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. അതേസമയം ഉറ്റവർക്ക് ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെ നിയയുടെ മൃതദേഹം ഖബറടക്കി. കൊല്ലത്തെ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരുന്നു ഖബറടക്കം. പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കൂടുതൽ പേർക്ക് കാണാനുള്ള അവസരം ഇല്ലായിരുന്നു. പൊതുദർശനം ഒഴിവാക്കി മൃതദേഹം ആശുപത്രിയിൽ നിന്നും നേരെ പള്ളിയിലേക്കാണ് കൊണ്ടുപോയത്. പള്ളിയിൽ നിന്നും കുറച്ചുപേർ മാത്രമാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. കൊല്ലം പത്തനാപുരം സ്വദേശിയായ 7 വയസ്സുകാരി നിയ ഫൈസൽ ഇന്ന് പുലർച്ചയോടെയാണ് മരിച്ചത്. പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് നിയയുടെ മരണം. കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതിയാണ് നിയയ്ക്ക് നായയുടെ കടിയേൽക്കുന്നത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ താറാവിനെ ഓടിച്ചു വന്ന തെരുവു നായ കുട്ടിയെ കടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയും വാക്സിൻ എടുക്കുകയും ചെയ്തു. മെയ് 6-ാം തീയതി അവസാന വാക്സിൻ എടുക്കുന്നതിന് മുമ്പാണ് കുട്ടിക്ക് പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. യഥാസമയം വാക്സിൻ എടുത്തതിനാൽ പേവിഷബാധ ഏൽക്കില്ലെന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബവും നാട്ടുകാരും. എന്നാൽ ഞരമ്പിൽ കടിയേറ്റത് മൂലം രക്തത്തിലൂടെ തലച്ചോറിനെ ബാധിക്കുകയായിരുന്നു. അതേസമയം സംസ്ഥാനത്ത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് 3 കുഞ്ഞുങ്ങളാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പേവിഷബാധയേറ്റ് മരിച്ചത് 102 പേരാണ്. ഇതിൽ വാക്സിൻ എടുത്തിട്ടും ജീവൻ നഷ്ടപ്പെട്ടത് 20 പേർക്കാണ്. നായ കടിച്ചാൽ ആദ്യ മിനിറ്റുകൾ അത്യധികം പ്രധാനമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് കഴുകുന്നതും വാക്സിൻ എടുക്കുന്നതും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്.